സംഭവം അത് നടന്നില്ല. എന്തുമല്ലെങ്കിൽ ഒരു ഉസ്താദ് ഒരു പെണ്ണിനെ തയ്ച്ച് മദ്രസക്ക് ബരാത്തയിലേക്കോ ലേട്ടായിലേക്കോ എന്തോ ആ പെണ്ണ് പോയിട്ട് ബാപ്പൻ്റെ ചൊല്ലി എൻ്റെ മുല തൊട്ടിന് ഉസ്താദ് അങ്ങനെ ഉസ്താദ് ബാപ്പ റേസിൽ വന്നിട്ട് പബ്ലിക്കിൽ ബാട്ടിയാണ് പിള്ളേരതൊരു ഉസ്താദിന്. എന്നിട്ട് അവിടുന്ന് പിരിച്ചുവിട്ട് നാട് കടത്തി. ആ ഉസ്താദ് വേറെ ഏത് നാട്ടിലേക്ക് പോയി അവിടെ പണിയെടുത്ത്. പക്ഷെ ആ നാട്ടിലുള്ള ഉസ്താദന്മാരും ആ ഉള്ള ഉസ്താദ് മറിച്ചാൽ അയാളെ അങ്ങനത്തെ ആളല്ല, അയാളെ സാധു ആള്, അങ്ങനത്തെ ഒരു സ്വഭാവത്തിന് ആളെ അല്ല എന്ന് എല്ലാവർക്കും ഇത്തിഫാക്കൻ അഭിപ്രായമുള്ള ഒരു വ്യക്തിയാണ് അയാൾ. പിന്നീട് ക്ലൈമാക്സ് കാലം സംഭവിച്ചതെന്ത് അല്ലെങ്കിൽ ഈ പെണ്ണ് ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ പെണ്ണുക്ക് മല നമ്പറാൻ തുടങ്ങി. അങ്ങനെ ഡോക്ടറിനെ കാണിച്ച് മരുന്നിലൊന്നും കൊണാന്ന് കാണുന്നില്ല. അങ്ങനെ പിന്നീട് കൂടി വലിയ വലിയ ഹോസ്പിറ്റലിൽ പോയി നോക്കുമ്പോൾ ക്യാൻസർ ആണെന്ന് വിഷയം കിട്ടി. സുഖപ്പെടുന്ന ഒരു അവസ്ഥ കണ്ടിട്ടില്ല. ചെന്നൈ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ഡോക്ടർ ചെല്ലിയാൽ ഡേറ്റ് എതിരി കൊടുത്താൽ അവധി കഴിഞ്ഞ് 4 സ്റ്റേജിലാണ് ഉള്ളത്, എന്നൊന്നും നമുക്ക് റിക്കവർ കാണുന്നില്ല. അങ്ങനെ ആ പെണ്ണ് അവസാന ഘട്ട ആയുസിൻ്റെ എത്തിയ ആ സമയത്താണ് ICUയിൽ നിന്നിട്ട് ബാപ്പനെ വിളിച്ചിട്ട് വന്ന. ബാപ്പാണ് കുറെ നേർച്ചെല്ലാം ഉണ്ട്. ബാപ്പനെ വിളിച്ചിട്ട് ബാപ്പൻ്റെ കാതിൻ്റെ അടുത്ത് നിന്നൊരു പെണ്ണ് ചെന്ന് അന്ന് 9-8 മദ്രസയിലേക്കുമ്പോൾ ഞാൻ മുല തൊട്ടിന് ചെല്ലിയത് ബണ്ണയാവും ഉസ്താദിൻ്റെ അർസത്തിന് ഞാൻ ചെല്ലണേ. ബാപ്പ ടെൻഷൻ അടിച്ച് ബേജാറായി പരിഭ്രാന്തരായി. ബാപ്പ ചെന്നൈയിൽ നിന്ന് കാറ് പിടിച്ച് ആ ഉസ്താദിൻ്റെ അഡ്രസ് തേടി പിടിച്ച് ആണ് 2-3 മദ്രസയിൽ ഉസ്താദ് വിട്ട ജാഗ കിട്ടിയിട്ട് ആ ഉസ്താദിനടുത്ത് പോയിട്ട് ആ ഉസ്താദിൻ്റെ കാറിലെടുത്തിട്ട് ചെന്നൈക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് പെണ്ണ് നിന്നിട്ട് മാഫ് കേട്ട്. പക്ഷേ സമയം മറികടന്നു പോയി. പെണ്ണ് മരണത്തോട് മല്ലടക്കുന്ന അവസരമായതുകൊണ്ട് പെണ്ണ് മരണപ്പെട്ടു പോയി.